പശ്ചിമേഷ്യയെ ഒന്നാകെ നിശ്ചലമാക്കിയ ഇറാൻ യുദ്ധത്തിന് പിന്നിൽ ലോകത്തെ അമ്പരപ്പിക്കുന്ന അതീവ രഹസ്യമായ ചില രാഷ്ട്രീയ അണിയറ നാടകങ്ങൾ നടന്നിരുന്നതായി അന്താരാഷ്ട്ര മാധ്യമമായ ദി ന്യൂയോർക്ക് ടൈംസ് വെളിപ്പെടുത്തുന്നു. ഫെബ്രുവരി 28-ന് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനിൽ ആരംഭിച്ച സൈനികാക്രമണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വെറും ആണവ നിലയങ്ങൾ തകർക്കലോ ഹിസ്ബുള്ള ഹമാസ് ശൃംഖലകളെ ദുർബലപ്പെടുത്തലോ മാത്രമല്ലായിരുന്നു. മറിച്ച് ഇറാന്റെ പരമാധികാരത്തെ അട്ടിമറിച്ച് അവിടെ തങ്ങൾക്ക് അനുകൂലമായ ഒരു പാവ ഭരണകൂടം പ്രതിഷ്ഠിക്കുക എന്നതായിരുന്നു. ഈ വൻ അട്ടിമറി പ്ലാനിന്റെ കേന്ദ്രബിന്ദുവായി പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടുവച്ചിരുന്നത് മറ്റാരെയുമല്ല, ഒരു കാലത്ത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നമ്പർ 1 ശത്രു എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത ഇറാന്റെ മുൻ തീവ്ര വലതുപക്ഷ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നെജാദിനെയായിരുന്നു. ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദും അമേരിക്കൻ ഇന്റലിജൻസും സംയുക്തമായി ആസൂത്രണം ചെയ്ത, എന്നാൽ യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പൂർണ്ണമായി പാളിപ്പോയ ഈ വൻ ഗൂഢാലോചനയുടെ ആഴങ്ങളിലേക്ക് 2005 മുതൽ 2013 വരെ ഇറാന്റെ പ്രസിഡന്റായിരുന്ന മഹ്മൂദ് അഹമ്മദി നെജാദ് ഒരു കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇസ്രായേലിനും കടുത്ത വെല്ലുവിളി ഉയർത്തിയ ഒരു തീവ്ര ഇസ്ലാമിക കടുംപിടുത്തക്കാരനായിരുന്നു. അണുബോംബ് നിർമ്മാണത്തെ അനുകൂലിച്ചും ഹോളോകോസ്റ്റ് വെറും ഒരു കെട്ടുകഥയാണെന്ന് വാദിച്ചും ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തും അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം കടുത്ത ഭീതി പടർത്തി. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതികൾക്ക് വേഗത കൂട്ടിയ അദ്ദേഹം രാജ്യത്തിനകത്തുണ്ടായ ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു. അക്കാലത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ അധികാരം പിടിച്ച ജനാധിപത്യ വിരുദ്ധനെന്ന് അമേരിക്ക അദ്ദേഹത്തെ മുദ്രകുത്തുകയും കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രസിഡന്റ് പദവിയിൽ നിന്നിറങ്ങിയ ശേഷമുള്ള നെജാദിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വിചിത്രമായ മാറ്റങ്ങളാണ് പ്രകടമായത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായും രാജ്യത്തെ ഭരിക്കുന്ന പുരോഹിത വർഗമായും കടുത്ത ഭിന്നതയിലായ അദ്ദേഹം ഭരണകൂടത്തിലെ അഴിമതിക്കെതിരെ പരസ്യമായി രംഗത്തു വന്നു. ഇതേ തുടർന്ന് ജനങ്ങളെ പ്രകോപിപ്പിച്ചു എന്ന കുറ്റത്തിന് 2018-ൽ അദ്ദേഹം കുറച്ചുകാലം തടവിലാവുകയും പിന്നീട് നടന്ന 3 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഖമേനിയുടെ നേതൃത്വത്തിലുള്ള കൗൺസിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കുകയും ചെയ്തു. ഈ ആഭ്യന്തര ഭിന്നതകൾക്കിടയിൽ ഇസ്രായേലുമായി അടുത്ത ബന്ധമുള്ള ഗ്വാട്ടിമാല, ഹംഗറി തുടങ്ങിയ വിദേശ രാജ്യങ്ങൾ നെജാദ് സന്ദർശിച്ചതും ശ്രദ്ധേയമായി. കൂടാതെ 2019-ൽ ന്യൂയോർക്ക് ടൈംസ് നൽകിയ അഭിമുഖത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ലാഭനഷ്ടങ്ങൾ കണക്കുകൂട്ടി തീരുമാനമെടുക്കാൻ കഴിയുന്ന ബിസിനസ്സുകാരൻ എന്ന് നെജാദ് പുകഴ്ത്തി സംസാരിക്കുക കൂടി ചെയ്തതോടെ തങ്ങളെ നശിപ്പിക്കാൻ നടന്ന പഴയ നമ്പർ 1 ശത്രു ഒടുവിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി തീവ്ര ചിന്താഗതിക്കാരനായ മഹ്മൂദ് അഹമ്മദി നെജാദിനെ പോലൊരു നേതാവിനെ ഇറാൻ ഭരിക്കാൻ അമേരിക്കയും ഇസ്രായേലും തിരഞ്ഞെടുത്തത് അന്താരാഷ്ട്ര നിരീക്ഷകരെ പോലും വലിയ രീതിയിൽ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിൽ ട്രംപ് ഭരണകൂടം മനസ്സിൽ കണ്ടിരുന്നത് വെനിസ്വേലയിൽ നിക്കോളാസ് മഡുറോയെ മാറ്റി ഡെൽസിയെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചതുപോലെ ഇറാനിൽ നിലവിലെ ഭരണകൂടവുമായി കടുത്ത തെറ്റിൽ നിൽക്കുന്നതും എന്നാൽ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും വലിയ സ്വാധീനമുള്ളതുമായ ഒരാളെ കൊണ്ടുവന്നാൽ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ എളുപ്പമാകുമെന്ന് പാശ്ചാത്യ ശക്തികൾ കണക്കുകൂട്ടി. ഇറാന്റെ സൈനിക, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിൽ നെജാദിന് ഇപ്പോഴുള്ള ശക്തമായ സ്വാധീനത്തെ മുന്നിൽ നിർത്തിയാൽ രാജ്യത്തിനകത്ത് ഭിന്നിച്ചു നിൽക്കുന്ന വിവിധ ജനവിഭാഗങ്ങളെ ഒന്നിപ്പിക്കാനും അതിലുപരി ഇറാന്റെ ശക്തമായ സൈന്യത്തിന് ഒരു വലിയ വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്താനും സാധിക്കുമെന്നതായിരുന്നു ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ പ്രധാന ചിന്ത. ഇതേ തുടർന്ന് ഇറാനിൽ വീട്ടുതടങ്കലിൽ കഴിഞ്ഞിരുന്ന നെജാദുമായി മൊസാദ് ഏജന്റുമാർ അതീവ രഹസ്യമായി ചർച്ചകൾ നടത്തുകയും വരാനിരിക്കുന്ന അട്ടിമറിയിലൂടെ ഇറാനിൽ ഭരണമാറ്റമുണ്ടായാൽ അവിടെ രൂപീകരിക്കുന്ന പുതിയ ഇടക്കാല സർക്കാരിന്റെ അമരക്കാരനാകാൻ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട അതീവ രഹസ്യ വിവരങ്ങൾ പ്രകാരം ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാന്റെ മേൽ 3 ഘട്ടങ്ങളായുള്ള ഒരു വൻ അധിനിവേശ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരുന്നത് എങ്കിലും പ്രായോഗിക തലത്തിൽ അത് പൂർണ്ണമായി പാളിപ്പോവുകയാണ് ഉണ്ടായത്. വ്യോമാക്രമണം ശക്തമാക്കുക, ഇറാന്റെ പരമോന്നത നേതാക്കളെ വധിക്കുക, ഒപ്പം കുർദിഷ് വിമതരെ മുൻനിർത്തി രാജ്യത്തിന്റെ ഉൾനാടുകളിൽ ആഭ്യന്തര ആക്രമണം അഴിച്ചുവിടുക എന്നതായിരുന്നു ഈ തന്ത്രത്തിന്റെ 1ാം ഘട്ടം. ഇതിൽ വ്യോമാക്രമണങ്ങളും ചില നേതാക്കളുടെ വധവും ആസൂത്രണം ചെയ്തതുപോലെ നടന്നുവെങ്കിലും കുർദിഷ് വിമതരുടെ മുന്നേറ്റത്തെ ഇറാൻ സൈന്യം പൂർണ്ണമായി അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. മൊസാദിന്റെ സ്ലീപ്പർ സെല്ലുകളെ സജീവമാക്കി രാജ്യത്ത് കടുത്ത ആഭ്യന്തര അസ്ഥിരത സൃഷ്ടിക്കുകയും ഭരണകൂട വിരുദ്ധരായ ജനങ്ങളെ കൂട്ടത്തോടെ തെരുവിലിറക്കുകയും ചെയ്യുക എന്നതായിരുന്നു 2ാമത്തെ ഘട്ടമെങ്കിലും വിദേശ ശക്തികൾ രാജ്യം ആക്രമിച്ചതോടെ ആഭ്യന്തര പ്രക്ഷോഭകാരികൾ പോലും ഒന്നിച്ച് രാജ്യത്തിനായി അണിനിരന്നതിനാൽ ജനങ്ങൾ തെരുവിലിറങ്ങിയില്ല.
ഒടുവിൽ രാജ്യത്തിന്റെ വൈദ്യുതി ആശയവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായി തകർത്ത് അരാജകത്വത്തിന്റെ വേളയിൽ മഹ്മൂദ് അഹമ്മദി നെജാദിനെ ഇടക്കാല നേതാവായി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു മൂന്നാമത്തെ ഘട്ടമെങ്കിലും ആദ്യഘട്ടങ്ങളിലുണ്ടായ കടുത്ത പാളിച്ചകളും ആക്രമണത്തിന് പിന്നാലെ നെജാദ് പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയതും കാരണം ഈ വൻ അട്ടിമറി പ്ലാൻ ലക്ഷ്യം കാണാതെ പാതി വഴിയിൽ തകരുകയായിരുന്നു. ഫെബ്രുവരി 28-ന് യുദ്ധത്തിന്റെ ഒന്നാം ദിവസം കിഴക്കൻ ടെഹ്റാനിലെ നർമക് ജില്ലയിലുള്ള നെജാദിന്റെ വീടിന് നേരെ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തിയിരുന്നു. തുടക്കത്തിൽ നെജാദിനെ വധിക്കാനാണ് ഈ ആക്രമണം എന്നാണ് ലോകം കരുതിയത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു ജയിൽ ചാട്ട ദൗത്യമായിരുന്നു. ഭീകരമായ ആ ആക്രമണത്തിൽ നെജാദിന് കാവൽ നിന്നിരുന്ന IRGC ഗാർഡുകൾ ഒന്നടങ്കം കൊല്ലപ്പെട്ടു. സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നെജാദിന്റെ വീടിന് കേടുപാടുകൾ സംഭവിച്ചില്ലെങ്കിലും വീടിന് മുന്നിലെ സുരക്ഷാ ഔട്ട്പോസ്റ്റ് പൂർണ്ണമായും തകർന്നതായി കാണാം. എന്നാൽ ഈ ആക്രമണത്തിൽ നെജാദിനും ഗുരുതരമായി പരിക്കേറ്റു. മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഈ വധശ്രമത്തിന് സമാനമായ അനുഭവത്തോടെ നെജാദ് കടുത്ത മാനസിക വിഷമത്തിലാവുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ അട്ടിമറി പദ്ധതി തികഞ്ഞ ചതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഇതിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുകയും ചെയ്തു. ഈ പരിക്കിന് ശേഷം നെജാദിനെ ആരും പരസ്യമായി കണ്ടിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്നോ ജീവനോടെ ഉണ്ടോ എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരമില്ല. ഇറാന്റെ ആഭ്യന്തര ശക്തിയെയും ജനങ്ങളുടെ ദേശസ്നേഹത്തെയും അമേരിക്കയും ഇസ്രായേലും വില കുറച്ച് കണ്ടതാണ് ഈ ഓപ്പറേഷൻ പരാജയപ്പെടാൻ പ്രധാന കാരണം. യുദ്ധമുണ്ടായതോടെ ഭരണകൂടത്തോട് വിയോജിപ്പുള്ള സാധാരണ ജനങ്ങൾ പോലും രാജ്യത്തിന് കാവലായി നിന്നു. ഇറാൻ സൈന്യം മുൻകൂട്ടി തയ്യാറാക്കിയ 4 തട്ടുകളുള്ള പ്രതിരോധ പദ്ധതി കൃത്യമായി നടപ്പിലാക്കി. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതും ഗൾഫ് മേഖലകളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ തിരിച്ചടികളും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു. ഇന്ന് യുദ്ധം തുടങ്ങി 2 മാസം പിന്നിടുമ്പോൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും തങ്ങളുടെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളൊന്നും നേടാനായിട്ടില്ല. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, മുൻപത്തേക്കാൾ കടുത്ത അമേരിക്കൻ വിരുദ്ധ നിലപാടുള്ള ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഒരു പുതിയ നേതൃത്വം ടെഹ്റാനിൽ അധികാരത്തിൽ വരികയും ചെയ്തു. കടുത്തൊരു തീവ്രവാദിയെ ജനാധിപത്യത്തിന്റെ കാവലാളാക്കാൻ ശ്രമിച്ച അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ ഇന്റലിജൻസ് പരാജയം വരും നാളുകളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ നാണക്കേടായി അവശേഷിക്കും എന്നതിൽ തർക്കമില്ല. ഏകാധിപതികളെ മാറ്റാൻ അതിലും വലിയ ഏകാധിപതികളെ കൂട്ടുപിടിക്കുന്ന പാശ്ചാത്യ തന്ത്രങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമായി ചരിത്രത്തിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി രേഖപ്പെടുത്തും.